കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സായാഹ്ന വേളയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരവസരം കൂടെ ദൈവം ഒരുക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ ഈ റോസ് ഫാമിലിയുടെ സെക്കൻഡ് ആനുവൽ ഡേ ആയിട്ടാണ് ഈ ദിവസങ്ങൾ പ്രത്യേകമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചന ശുശ്രൂഷയുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷകളെ വിളംബരം ചെയ്യുന്ന ശക്തമായ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നതിൽ സന്തോഷിക്കുകയാണ്. അനേക ദൈവദാസീദാസന്മാർ ഈ വേദികളിൽ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അനവധി ആളുകൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അവർക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വേദികൾ ദൈവവചനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് പ്രത്യേകിച്ച് ഈ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നുള്ളത്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജുണ്ട്. അപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് 2 കൂട്ടായ്മകളുണ്ട്. യൂട്യൂബിൽ 2 ചാനലുകളുണ്ട്. ഇതിലെല്ലാം കൂടെ നടത്തപ്പെടുന്ന ആത്മീയ ശുശ്രൂഷകൾ വളരെ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ എടുത്തു പറയുന്നു, ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ റോസ്ലി സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തനിക്ക് ദൈവം കൊടുത്ത ദർശനമാണ് ഈ ശുശ്രൂഷയുടെ മുൻഅണിയിൽ നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ അവർ ഈറോഡ് പാർക്കുന്നെങ്കിലും ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പലപ്പോഴും മുന്നണി പോരാളികളായി നിന്ന് ശുശ്രൂഷയ്ക്ക് അവർ നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ അവരോട് ഒരുമിച്ച് ഇതിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന എല്ലാ കർത്തൃദാസീദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. നിശ്ചയമായും ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അനവധി വിഷയങ്ങൾ കേരളത്തിനും കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നവർ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നവർ, അവരുടെ വിഷയങ്ങൾക്കൊക്കെ വിടുതലിന് വേണ്ടി ഇതിനകത്ത് നിരന്തരമായി പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെടുവാൻ ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിശ്ചയമായും ഇങ്ങനെ ഒരു വേദി എനിക്കും ലഭ്യമായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ചില നാളുകളായി ഈ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ ചേർന്ന് വരുവാൻ ദൈവമിടയാക്കി. പരസ്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ പരസ്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ആ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ, ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ അറിയിപ്പാൻ തക്കവണ്ണം കർത്തൃദാസി കാണിച്ച ആ നല്ല അനുഭവങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാം കൊണ്ടും ഈ 2ാമത്തെ ആനുവൽ ഡേയിൽ ഈ ശുശ്രൂഷയുടെ ഉന്നതമായ വളർച്ച കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾ ശക്തമായി മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, പല പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ആരംഭശൂരത്വം ഭയങ്കരമാണ്. തുടക്കം ഭയങ്കരമായിട്ട് ഇപ്പോൾ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത് ഒരിക്കലും മറക്കത്തില്ല. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പലയിടത്ത് അദ്ദേഹം ഈ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇച്ചിരി തെറ്റുമെങ്കിലും ആരുടെയും മുഖത്ത് നോക്കാതെ അങ്ങ് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഒത്തിരി സ്ഥലത്ത് വേല സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തെങ്കിലും പലയിടത്തും ഷോപ്പായിപ്പോയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് നല്ലതാണ്, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നിതാന്ത ജാഗ്രതയോട് കൊണ്ടുപോകുവാൻ കഴിയാതെ പലയിടങ്ങളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രൂപ്പ്
ദൈവദാസിയുമായി സംസാരിച്ചപ്പോൾ നീണ്ട വർഷങ്ങളായി ഇത് ആരംഭിച്ചിട്ട്, എന്നാൽ 2 വർഷമായി ശക്തമായ നിലയിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവദാസിദാസന്മാരെ ദൈവം ബലപ്പെടുത്തുന്നു. അവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നിലകളിലും ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെടുവാൻ നിങ്ങളെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ അഡ്മിന്മാരുടെ, പ്രത്യേകിച്ച് പ്രിയ റോസ്ലി സിസ്റ്ററുടെ നമ്പരൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അത് മനസ്സിലാക്കി നിങ്ങൾ കോൾ ചെയ്താൽ നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഒരുക്കമാണ്. തിരുവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഈ പ്രത്യേകിച്ച് ഈ ആനുവൽ ഡേയുടെ വചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ശക്തമായി ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് ഒരു കർത്തൃദാസിയെ ശക്തമായി ദൈവം ഉപയോഗിച്ചു. സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് താൻ ശക്തമായി നമ്മുടെ മധ്യേ ദൈവവചനം പ്രസംഗിക്കുകയുണ്ടായി. ഇന്നലെ പ്രിയ കർത്തൃദാസിയിലൂടെ നമ്മെ സജ്ജരാക്കുന്ന ഒരു നല്ല മെസ്സേജ് നൽകുകയുണ്ടായി. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ദേശത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഒരു പുതുക്കം ഈ ആനുവൽ ഡേയിൽ നമുക്കുണ്ടാകുവാൻ എല്ലാവർക്കും ഇടയാക്കട്ടെ. ഇന്നലകളിൽ ശക്തമായി നിന്നതിനേക്കാൾ നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് ശക്തിയോടുകൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും വചന ശുശ്രൂഷയിലും ദൈവികമായ വിടുതലുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വെളിപ്പെടുമാറ് എല്ലാവരും ഉത്സാഹത്തോടെ ആയിരിക്കാൻ ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഇതൊരു അന്ത്യകാലമാകയാൽ ഈ ദിവസങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ശക്തിയോടെ ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു സന്ദേശം, ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. അവൾ അബീനോവാമിൻ്റെ മകനായ ബാരാക്കിനെ കേദേശ് നെപ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട താബോർ പർവ്വതത്തിൽ ചെന്ന് നെപ്താലിയുടെയും സെബുലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബിൻ്റെ സേനാധിപതി സീസരെയും അവൻ്റെ രഥങ്ങളുടെയും സൈന്യത്തെയും അവൻ്റെ രഥങ്ങളെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന നിരവധി ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ച് യോശുവ മുഖാന്തരം യോർദാൻ കടത്തി അളവ് നൂലിട്ട് മനോഹരമായ ദേശം അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. അളവ് നൂലിട്ട് വിഭാഗിച്ചു കൊടുത്ത ദേശം വളരെ മനോഹരമായ പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷേ ചില പ്രമാണങ്ങളൊക്കെ ദൈവം കൊടുത്തു. ആ ദേശത്ത് നിങ്ങൾ പാർക്കുമ്പോൾ ഇന്ന ഇന്ന പ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്നും ഇന്നവരെയൊക്കെ നീക്കിക്കളയണമെന്നും ഇന്നതുപോലെയൊക്കെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കണമെന്നുമൊക്കെ ആ ദേശത്ത് പാർക്കുന്ന ദൈവജനത്തിന് പ്രമാണം കൊടുത്തു. പക്ഷേ പല അവസരം അവർ പ്രമാണം വിട്ടുപോയി. പ്രധാനമായിട്ട് നമുക്കൊരു 7 സന്ദർഭം അവിടെ കാണുവാനായിട്ട് കഴിയും. ഏതാ? ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 7 അവസരങ്ങളിൽ അവർ ദൈവസന്നിധി വിട്ട് ജാതീയ ദേവന്മാരെയും അന്യ ആരാധനയിലേക്കും ദൈവത്തെ അനുസരിക്കാത്തവരായും മാറിയതിന്റെ ഫലമായി ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ജാതീയ രാജാക്കന്മാരുടെ മേൽക്കോയ്മയിൽ അവരുടെ അടിമത്വത്തിൽ ഇവർ കഴിയേണ്ടി വന്നു. ആ നിലകളിൽ ഇവരുടെ മേൽ ആധിക്യം ചെലുത്തിയ ചില ശക്തികളെ കുറിച്ചൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർ വിതയ്ക്കും കൊയ്യാൻ കഴിയത്തില്ല. നല്ല മൃഗഫലങ്ങളൊക്കെ ഇവയെ വളർത്തിയെടുക്കും, പക്ഷെ പാല് കുടിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ നന്മയൊന്നും അനുഭവിക്കാത്ത ആ നിലയിൽ ഇവർക്കെതിരെ അമാലേക്യരും അമോന്യരും എന്ന് വേണ്ട ആ നിലകളിൽ ശത്രുവിന്റെ ശക്തികൾ പലപ്പോഴും ഇവരെ എന്ത് ചെയ്യുന്നു? ഞെരുക്കി ക്ഷീണിപ്പിച്ച് തളർത്തി ഭാരത്തോടും വേദനയോടും കൂടെ കഴിഞ്ഞുകൂടിയ 7 അവസരങ്ങൾ ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്.
അങ്ങനെ ഇങ്ങനെയുള്ള കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരൊരു കാര്യം ചെയ്യും, ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു ന്യായാധിപനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു ന്യായാധിപനെ ദൈവം എഴുന്നേൽപ്പിക്കും. അവൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനപ്രകാരം ഇങ്ങനെ ജനത്തെ ആഹ്വാനം ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി അവനിലൂടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ ജനത്തിന് സ്വാതന്ത്ര്യമുണ്ടാകും. അങ്ങനെ വിടുതലുണ്ടായി ജനം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച ഏതാണ്ട് 16 ന്യായാധിപന്മാർ, അവരുടെ എല്ലാം പേരോ വിശദീകരണമോ ഒന്നും ഞാനിപ്പോൾ പ്രസ്താവിക്കുന്നില്ല. ഈ പുസ്തകം പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 16 ന്യായാധിപന്മാരിൽ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീയുടെ പേരാണ് ദബോര. ന്യായാധിപയായി ഇസ്രായേലിന്റെ നടുവിൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരേ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ പേര് ദബോര എന്നാണ്. ദബോര എന്ന വാക്കിന്റെ അർത്ഥം തേനീച്ച എന്നാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഇസ്രായേൽ ജനം ഏതാണ്ട് 20 വർഷം സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ കഴിഞ്ഞു കൂടുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു ന്യായാധിപയെ എഴുന്നേൽപ്പിച്ചു. ഈ ന്യായാധിപയെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആ വാക്യങ്ങളൊക്കെ എല്ലാം എടുത്ത് വായിക്കുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആ കാലത്ത് ലെപ്പീദോത്തിന്റെ ഭാര്യയായ ദബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബദലിനും മധ്യേയുള്ള ദബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഈന്തപ്പന എന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസത്തിന്റെ ഇടമാണ്. ഈ ആശ്വാസത്തിന്റെ ഇടത്ത് ഈ ദബോര ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ചു. ദബോര എന്ന വാക്കിന്റെ അർത്ഥം തേനീച്ച എന്നാണ്. തേനീച്ചയെ ശ്രദ്ധിച്ചേ. അതെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ശത്രുവിനിട്ട് നല്ല കുത്തു കൊടുക്കും, അതിനുള്ളവർക്ക് നല്ല തേനും കൊടുക്കും. ഇതാ ഇതിന്റെ പരിപാടി. മനസ്സിലായോ? ഈ ദബോരയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശത്രുവിന് അവൾ എതിരാ. എന്നാൽ മിത്രങ്ങൾക്ക് നല്ല ആശ്വാസമാണ്, തേനാണ്. ആ നിലകളിൽ മാധുര്യമായ അനുഭവം നൽകുന്ന ഒരു ന്യായാധിപയായിരുന്നു ആര്? ദബോര. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് നടുവിൽ ആശ്വാസം കൊടുക്കുവാൻ ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നമ്മുടെ കർത്തൃദാസി റോസ്ലി സിസ്റ്ററെ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് തോന്നി ഒരു പരിപരുത്ത അനുഭവമാണോ എന്നെനിക്ക് തോന്നി. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി തനിക്കുള്ള ആത്മീക തീഷ്ണത വളരെ ശക്തിയുള്ളതാണ്. ജനം ഒരുമിച്ച് കൂടണം, പ്രാർത്ഥിക്കണം, ശുശ്രൂഷകൾ നടക്കണം, ആരാധന നടക്കണം. ഡ്യൂട്ടിയിലായിരുന്നാലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പരസ്യയോഗമുണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്നും വിഷമിക്കേണ്ട, ആ കാര്യങ്ങൾ അങ്ങോട്ട് ലൈവ് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഡ്യൂട്ടിയിലാണെങ്കിലും ഒരു ദിവസം പ്രാർത്ഥനയുടെ ശബ്ദം അല്പം കുറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, വല്ലോ പനിയോ അസ്വസ്ഥതയാണോ? എന്നോട് പറഞ്ഞു, ഡ്യൂട്ടിയിലാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്, അവരുടെ നടുവിൽ എനിക്ക് ഒച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. ആ സമയത്തും ദൈവദാസി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദബോരമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈന്തപ്പനയുടെ ചുവട്ടിൽ വസിക്കുന്ന, ജനത്തിന് ആശ്വാസം പകരുന്ന, ജനത്തിന്റെ വിടുതലിന് വേണ്ടി നിൽക്കുന്ന ചില ദബോരമാരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാന് ദീർഘ അവസരങ്ങൾ മേരി കോവൂരിനെ ഏറ്റുപറഞ്ഞ ഒരാളാ. മേരി കോവൂർ എന്ന് പറയുന്ന പ്രസംഗിയെ അറിയാം എന്ന് കരുതുന്നു. മേരി കോവൂരിനോട് കൂടെ നടന്ന് പല സ്ഥലങ്ങളിലും ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് കർത്തൃദാസി ക്ഷീണിതയായിരിക്കുമ്പോൾ കൂത്താട്ടുകുളത്ത് ഇടയാറ് ഞങ്ങൾക്കൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമിന് ദീർഘനാളുകൾ ഞാൻ അതിൻ്റെ നേതൃത്വം വഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ആ ടീമിൻ്റെ കൺവെൻഷൻ അത് 7 ദിവസമാണ് നടക്കുന്നത്. ആ 7 ദിവസത്തിൽ അതിൻ്റെ 4ാമത്തെ ദിവസം കർത്തൃദാസിയാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. അന്ന് ദൈവദാസി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് വലിയ ക്ഷീണമുണ്ടായി.
പ്രസംഗം മുൻപോട്ട് കൊണ്ടുവെങ്കിൽ തന്നെ എക്സാമ്പിളൊക്കെ പല നിലകളിൽ പറയുന്നയാളാ. ആ നിലകളിൽ പ്രസംഗിച്ചു വന്നപ്പോൾ പ്രസംഗിക്കാൻ അങ്ങോട്ട് വാക്കുകൾ അങ്ങോട്ട് കിട്ടാതെ വന്നു. കസേരയിൽ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും അല്പസമയം സംസാരിച്ചെങ്കിലും തനിക്ക് വേണ്ടതുപോലുള്ള ബലം കിട്ടിയില്ല. അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ജോസഫ് കുട്ടി, ഞാനൊരു കാര്യം പറയാം, ഇനിയും അനേക ദൈവദാസിമാരെ എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേക ദൈവദാസിമാര് മുൻപോട്ട് വരാൻ പ്രാർത്ഥിക്കണമെന്ന് അന്ന് ആ ദൈവദാസി പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്, ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട്. ഞാൻ പലയിടത്തും അത് പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന്റെ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദെബോരയെ പോലെ, ഒരു മേരി കോവറിനെ പോലെ ഈ തലമുറയിൽ എഴുന്നേൽക്കേണ്ട ചിലരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം, അവരെ കൊണ്ടേ അത് പറ്റുള്ളൂ, അവരെ കൊണ്ടേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കതിന് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, പാടാനുള്ള ട്യൂണില്ല, പ്രാർത്ഥിക്കാനുള്ള നല്ല വാചകങ്ങൾ എനിക്കറിയത്തില്ല. നോ, നിങ്ങളുടെ കഴിവല്ല. ഇന്ന് ഷയാന്റെ വെളിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കഴിവുറ്റവനാക്കി തീർക്കുന്ന, കഴിവുറ്റവളാക്കി തീർക്കുന്ന ഒരു കരം നിന്റെ മീതെ ചലിച്ചുകൊണ്ടിരിക്കുക. ഈ ആനുവൽ പ്രത്യേക മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കൂടെ അഭിഷേകത്തോടെ ദൈവശക്തിയോടെ ആത്മനിറവോടെ പുറത്തു കൊണ്ടുവരുവാൻ, ഒരു ദെബോരയെ പോലെ ഈ ദിവസങ്ങളിൽ ചിലർ മുൻപോട്ട് കടന്നു വരുവാൻ, ശുശ്രൂഷകൾക്ക് വേണ്ടി ആത്മാവിൽ ചില വിടുതലുകൾ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ നീക്കുപോക്കുകളും ഒഴിവുകളും ഒക്കെ മാറ്റിവെക്ക്. പറ, കർത്താവേ, ദൈവസന്ധി നെടുമ്പാട് വീഴാൻ ഞാൻ തയ്യാറാണെന്ന് പറ. ദൈവസന്ധിയിലേക്ക് വാ. അതുകൊണ്ട് തന്നെ ഈന്തപ്പനയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന് ആശ്വാസം കൊടുക്കുന്ന ഒരു ദെബോര. ദീർഘ 20 വർഷങ്ങളായി സീസരയും അവന്റെ ആളുകളും യാബീനും അവന്റെ ആളുകളും ശക്തിയോടുകൂടെ ഇസ്രായേലിനെ ഒതുക്കിയിരിക്കുക. ഈ സമയത്ത് ദെബോര മുൻപോട്ട് വരികയാ. ദെബോര പറഞ്ഞൊരു ദൂത നമ്മളിവിടെ വായിച്ചു കേട്ടത്. ദെബോര പറഞ്ഞ ദൂതെന്താ? ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നഫ്താലിയുടെയും സെബൂലൂന്റെയും 10,000 പേരെ കൂട്ടി നിങ്ങൾ താബോർ പർവ്വതത്തിലേക്ക് കയറണം. ഞാൻ എന്ത് ചെയ്യും? യാബിന്റെയും സീസറുടെയും രഥങ്ങളെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. ദൂത എന്താ ദൂത? നീ താബോർ പർവ്വതത്തിൽ കയറിയാൽ നിന്റെ വിഷയത്തിന്റെ മറുപടി നിന്റെ കയ്യിൽ തരും. ആര് കയറണം? നഫ്താലിയുടെയും സെബൂലൂന്റെയും 10,000 പേര് കയറണം. ഞാൻ പറഞ്ഞില്ല, സവിസ്താരമായി വിസ്തരിക്കുവാൻ സമയം എൻ്റെ മുൻപിലില്ല. എങ്കിലും ശ്രദ്ധിക്കുക. ചിലയിടത്തൊക്കെ ദൈവം പറഞ്ഞു ആളുകൾ കൂടുതലാ. ഇവിടെ ദൈവം പറയുക 10,000 പേരെ എനിക്ക് വേണം. ആരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ വേണം? നഫ്താലിയുടെ കൂട്ടത്തിൽ വേണം, പിന്നെ സെബൂലൂന്റെ കൂട്ടത്തിൽ വേണം. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കട്ടെ, 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിന്റെ സ്തോത്രം, അതിന്റെ 18-ാം വാക്യം ആദ്യം ഞാൻ വായിക്കുന്നു. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ആരെയാ ദൈവത്തിന് വേണ്ടത്? ധീരന്മാരായ യോദ്ധാക്കളെ വേണമെന്ന് കഴിഞ്ഞ ദിവസം നാം കേട്ട ഒരു സന്ദേശം മറന്നു പോകരുത്. അവൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി. പ്രാണനാണല്ലോ നമ്മുടെ ഏറ്റവും വലിയത്. അതെ, നമ്മളെല്ലാം എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ഈ സംഗതിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ ഇതിനെ ത്യജിച്ച ഒരു കൂട്ടം ജനം, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെ എന്റെ ഓട്ടവും കർത്താവ് എനിക്ക് തന്നെ ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രാണൻ പോലും ദ്രവണം കഴിച്ചുകൊണ്ട് ഈ പോർക്കളത്തിലേക്ക് അടരാടുവാൻ തയ്യാറുള്ള എത്ര പേരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക. വല്ലതൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്നേ. നമ്മുടെ എല്ലാം കാര്യം അങ്ങനെ ഏതാണ്ടൊക്കെ ആരാണ്ടൊക്കെ തൃപ്തിപ്പെടുത്താൻ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനും ഉണ്ട് കൂട്ടത്തിൽ. ഈ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും. അതാ പരിപാടി. കൂട്ടത്തിൽ പാട്ടും
വെള്ളത്തിൽ പൂട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ സംഗീതം വായിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞു. ദാവീദ് പറഞ്ഞല്ലോ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ നിന്നെ ആരാധിക്കും. ആരാധന വ്യക്തിപരമാണ്, അല്ലാതെ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുമല്ല. ഇന്ന് എല്ലാവർക്കും താല്പര്യം എന്നറിയാം, ഞാനും ഉണ്ട് കൂട്ടത്തിൽ. ഇവൻ പുറകിൽ നിന്ന് വലിയ നിന്ന് ആ പരിപാടി നിർത്ത്. ഈ ദിവസങ്ങളിൽ നീ തലക്കവാ, നീ പ്രാണനെ തെറ്റി തലക്കവാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, തലക്കവാ. ഞാനും പുറകിലുണ്ട്, ഞാനും ഉണ്ട്. പല ഗ്രൂപ്പുകളിലും ഒത്തിരി ആളുകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഗ്രൂപ്പിൽ എന്നോട് പറഞ്ഞു അഡ്മിനൊക്കെ ആയിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു അതിനൊന്നും പറ്റത്തില്ല, അതിനൊന്നും നേരമില്ല. പിന്നെ അവസരം കിട്ടുന്ന പോലെ പ്രാർത്ഥിക്കാം, ശേഖരിക്കാം. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചു, പേരിഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വരുന്നവരധികം ഇല്ല. പേരെഴുതി വെച്ചിരിക്കുക, ഫോട്ടോ സഹിതം ഇട്ടിരിക്കുക, പക്ഷെ ആളുകളില്ല. പേരേ ഉള്ളൂ, പേര് മാത്രം. അവനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നേരെയില്ല. പിന്നെ അവരുടെ വിഷയം വരുമ്പോഴത്തേന് എഴുതിയിടുക, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ആര് പ്രാർത്ഥിക്കും? നിനക്ക് പ്രാർത്ഥിക്കാൻ നേരെയില്ല. പിന്നെ ആരാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞാൻ ശക്തമായ നിലയിൽ ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുക. ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടെ തലക്കം വരാൻ തയ്യാറുണ്ടോ? മുൻപിൽ വരുവാൻ തയ്യാറുണ്ടോ? പ്രാണനെ ത്യജിച്ച ജനം. ആമേൻ. ഇവിടെ ശ്രദ്ധിക്കണമേ, 2 നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ അങ്ങനെ ഒരു കൂട്ടം ജനത്തെ താബോറിന്റെ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ശത്രുവിനെ നമ്മുടെ കൈ വെച്ച് തരുമെന്ന് ഈ ദിവസങ്ങളിൽ പോർക്കളമേട്ടി നിൽക്കുന്ന, ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം റോസ് ഫാമിലിയിൽ പുറത്തു വരട്ടെ. ശക്തമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആത്മാവ് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ചില ഹൃദയങ്ങളെ തട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടെ അവൻ പുറത്തു വരുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിടുതല. നോക്കണേ, ഈ നഫ്താലിയുടെയും സെബൂലൂന്റെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വരാം. ഈ യാക്കോബ് അവരുടെ അപ്പൻ അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ 2 കൂട്ടരെ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അവരുടെ ഭാഗം നമുക്കൊന്ന് നോക്കിയാൽ അവരെ അനുഗ്രഹിച്ച ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. നഫ്താലിയെയും ആമേൻ 1 അതിൻ്റെ 49 13 വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. സെബൂലൂൻ സമുദ്രതീരത്ത് പാർക്കും, അവൻ കപ്പൽ തുറമുഖത്തെ വസിക്കും. ശ്രദ്ധിക്കണം, കൃപയുടെ ആഴത്തിൽ നിന്ന് ചിലത് വലിച്ചു കുടിക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അങ്ങനെ വസിക്കുന്ന ഒരു കൂട്ടം അനുഭവം നമുക്കുണ്ടാകണമെന്നേ. സ്വതന്ത്രം. കൃപയുടെ ആഴത്തിൽ നിന്നേ കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പല പടകും കരയോടടുത്ത് കിടക്കുക. ഇടയ്ക്കൊരിളക്കമുണ്ട്, ഇളക്കം നമുക്കറിയാമല്ലോ. കർത്താവ് പത്രോസിൻ്റെ പടകിനോട് പറഞ്ഞ് എന്ത് ചെയ്യണം? അല്പം നീക്കണം, കരയോട് ചേർത്ത് കിടക്കുക. കാരണം പുള്ളിയുടെ സുരക്ഷിതത്വമാണ്. നമ്മളെല്ലാം നമ്മുടെ സുരക്ഷിതത്വമല്ലേ നോക്കുന്നത്. കരയോട് ചേർന്ന് കിടക്കുക. എവിടാ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ടും ഒരു സ്വോത്രവും ഒരു അല്ലേലിയായും ഒരനക്കവും, പിന്നെ ഒരനക്കവും ഇല്ല. പിന്നെ ഒരു നിര വരുമ്പോൾ ഒരിളക്കം. അങ്ങനെ ഇളകുന്ന ഒത്തിരി ഇളകിയ വിശ്വാസികളുണ്ട്, ഇളക്ക വിശ്വാസികൾ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, ഇടവെട്ടി ആത്മാക്കൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇച്ചിരി ഒരു വെട്ടലുണ്ടാകുന്ന ആത്മാക്കൾ കരയോട് ചേർന്ന് ഇങ്ങനെ കിടക്കുക. പക്ഷെ കർത്താവ് പറയുന്നതല്ല, ആഴത്തിലേക്ക് ഇറക്കാൻ. ഈ ദിവസങ്ങളിൽ ചേർന്ന് വലിച്ചു കുടിക്കേ. ഈ സമുദ്രത്തിന്റെ ആഴത്തിലുള്ള ആ സമ്പത്തുകൾ എത്ര വലുതാണെന്നറിയാവോ? അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ചപ്പോൾ സമയം എടുക്കുന്നില്ല. ഈ സമുദ്രം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെയല്ല. ഇതിനകത്തെ പവിഴപ്പുറ്റുകളും ഇതിനകത്തെ മത്സ്യസമ്പത്തുകളും ഇതിനകത്തുള്ളതായിരിക്കുന്ന ആഴമേറിയ ചിലതൊക്കെ നിനക്ക് വേണ്ടി ഉള്ളതാണ്. ഈ ദിവസങ്ങളിൽ കരചേർന്ന് കിടക്കാനുള്ളതല്ല. അല്പം ഒന്ന് നീക്ക്, നിന്നെ തന്നെ ഒന്ന് നീക്ക്, ആഴത്തിലേക്കൊന്ന് ഇറക്ക്. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആഴത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്. അവരിലൂടെ ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് താല്പര്യമുണ്ട്. നഫ്താലിയെ കുറിച്ച് വായിക്കുന്ന എന്താ? 21 വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നഫ്താലിയെ കുറിച്ച് പറയുന്നത് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ
ഒന്നാമത് വാക്യത്തിൽ നാം ഇങ്ങനെ നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യവാക്കുകൾ സംസാരിക്കുന്നു. നഫ്താലി ആരാ? നഫ്താലിയെ കൊണ്ട് വിടുതൽ നടക്കണമെങ്കിൽ അവൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. ഇന്ന് ഈ സായാഹ്ന വേളയിൽ നീ തന്നെ ഒരു വിടുതൽ പ്രാപിക്കണം, എങ്കിലേ അനേകനെ വിടുവിക്കാൻ പറ്റുള്ളൂ. ഇതെന്നും ഭാരമാണ്, പ്രയാസമാണ്. ഭാരമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഭാരം ഉണ്ടെങ്കിലും പൗലൂസ് പറയുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരാ ഞങ്ങളെന്നാ. അതെങ്ങനെ സംഭവിക്കും? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ ദിനേന മരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നവർ. ഞങ്ങൾ ദിവസം തോറും മരിക്കുകയെന്നേ. ദിവസം തോറും ഞങ്ങൾക്ക് എതിരുകളുണ്ട്, പോരുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്കെതിരെ കടന്നു വരുന്ന ശക്തികളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ദിനേന ശക്തിയുള്ളവരാ, ഞങ്ങൾ ദിനേന കൃപയുള്ളവരാ. ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, ചെറുതൊന്നുമല്ല. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തെങ്കിലും ക്ഷീണം വരുത്താൻ ശത്രു പലതും കൊണ്ടുവരുമ്പോൾ ജീവിതത്തിന്റെ കേട്ടുമുട്ടിച്ച് ആത്മാവിൽ സടകുടഞ്ഞെഴുന്നേറ്റ് ശിംശോന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന പരസ്യ ശക്തികളുടെ നടുവിൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ കെട്ടിയിരുന്ന പുതിയ കയറ് ചണനൂല് പോലെ പൊട്ടിച്ച് പുറത്തു വന്നതുപോലെ ഈ ദിവസങ്ങളിൽ അവ ചെറുത് പൊട്ടിച്ച് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്ന, ആത്മീയ ആരാധനയെ കെടുത്തുന്ന, ആത്മീയ ശുശ്രൂഷകളെ കെടുത്തുന്ന, നമ്മെ ഒതുക്കി തീർക്കുന്ന ചില പോരുകൾ ഇന്ന് അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അവൻ നീ അതിനകത്ത് ഒതുങ്ങണമെന്ന് പറഞ്ഞ് നാളുകൾ കൊണ്ട് നിന്നെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചില നൂറ്റന്റെ പോരുകളുണ്ട് കേട്ടോ. അത് നിന്റെ മനോമുകുരത്തിന്, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുള്ളമേൽ പലപ്പോഴും ശക്തിയോടെ പൊരുതിയിട്ട് നിന്റെ ആശ്വാസത്തെ കെടുത്തി, നന്മകളെ കെടുത്തി, പലപ്പോഴും അകത്ത് കത്തുന്ന തീ പോലെ പലപ്പോഴും ഭാരം വരുത്തുന്ന ചില കെടുതികൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്ന ഒരു സായാഹ്ന വേളയാ. ഈ പ്രത്യേകമായിരിക്കുന്ന ശിശുയുടെ നടുവിൽ ചില കെട്ടുകൾ പൊട്ടി മാറട്ടെ. വാക്യങ്ങൾ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല. അവൻ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. മാത്രമല്ല ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. അങ്ങനെയുള്ളവരെ കൊണ്ടാ ഈ ദിവസങ്ങളിൽ ചില വിടുതലുകൾ വ്യാപരിക്കാൻ പോകുന്നത്. എന്തേലുമൊക്കെ പറയുന്നവരല്ല. ഇത് സഭയ്ക്കകത്ത് വരുമ്പോൾ കന്യക മറിയേയും, സഭയുടെ പുറത്ത് വരുമ്പോൾ കമ്പോളം അറിയേയും. അകത്ത് സ്വോത്രവും പുറത്ത് വരുമ്പോ എന്നാന്നറിയത്തില്ല. അകത്ത് എന്തൊരു അന്യവൻ, ഭയങ്കര സ്വോത്രം, അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 2-3 പേര് പറഞ്ഞു പച്ചല പഴുത്തല വരെ പറഞ്ഞു. എന്നതാ പറഞ്ഞു പിടിപ്പിക്കുക, അന്യഭാഷ പറഞ്ഞു. ഇത് അകത്തുണ്ടെന്നേ, പക്ഷെ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേനും വല്ലാത്ത പരുവാ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ മുഹമ്മദിന്റെ മീൻകോട്ടയ്ക്കകത്ത് കയറി പിടിക്കാനും അയാളെ കൈ കയറി പിടിക്കാനും ഒക്കെ ഒരുങ്ങുന്ന എത്രയോ സഹോദരിമാരുണ്ടെന്ന് അറിയോ ആത്മീയരെന്ന് പറയുന്ന പുള്ളികൾ. കാരണം മീൻ വില കുറച്ച് കിട്ടണ്ടേ, അതിനുവേണ്ടി അവയാളുടെ കൈക്ക് കയറി പിടിക്കുക. നിന്റെ അകത്ത് ദൈവകൃപ വ്യാപരിച്ചാൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന എന്താണെന്നറിയാമോ? അകത്തും പുറത്തും ഒരുപോലെ ലാവണ്യ വാക്ക് നിന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു ബലപ്പെടണമെന്നേ. നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിടുതലാന്ന് പറയത്തക്ക നിലയിൽ നിന്റെ നാവിനെ ദൈവം അവൻ ഒരുക്കാൻ പോവുകയാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ സമയത്തിന്റെ പരിമിതിയുണ്ട്. മോശ ഈ നഫ്താലിയെയും ഈ സെബൂലൂനെയും ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. പല ഭാഗങ്ങൾ എൻ്റെ ചിന്തയിലുണ്ടെങ്കിലും അങ്ങോട്ടെങ്ങും ഞാൻ കടക്കുന്നില്ല. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരാം. ആവർത്തന പുസ്തകത്തിൽ അത് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. മോശ അവൻ അനുഗ്രഹിക്കുന്ന ആ ഭാഗത്ത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ ഈ സ്വതന്ത്രയായി നടക്കുന്ന ഈ പേടമാനാകുന്ന ഈ നഫ്താലിയോട് പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. വായിച്ചു. ആവർത്തന പുസ്തകം 33:23 നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ നീ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. സ്വതന്ത്രമായി പോരാടി
പ്രാർത്ഥിച്ച് ലാവണ്യ വാക്കും കൂടെ പറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുന്ന നഫ്താലിയോട് പറയുക, നീ തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ പിടിച്ചെടുത്തോ. ഈ ദിവസങ്ങളിൽ നിനക്ക് ചിലത് പിടിച്ചെടുക്കാനുണ്ടെന്നേ. യോശുവയോട് അങ്ങനല്ലേ പറഞ്ഞത്? നീ കാല് വെക്കുന്നത് കേട്ടോ, ഉള്ളൻകാല് ചവിട്ടുന്നത് ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന. ചവിട്ടിയോ വിശ്വാസത്തോടെ? അത് നിന്റെ കയ്യിൽ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ. നീ പലവട്ടം ചവിട്ടി പോയിട്ടും പറയുന്ന അയ്യോ അത് കിട്ടുകയില്ലെന്നാ പറയുന്നത്. അതിന്റെ പുറകെ ചവിട്ടി നടന്ന് പക്ഷെ പറ, ഇന്ന് പകൽ ഈ സായാഹ്നവേളയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചവിട്ടി വെച്ച വിഷയത്തിന്റെ മേൽ പറ, എൻ്റെ തമ്പുരാൻ എൻ്റെ കൈ തരാൻ പോവുക. അതെൻ്റെ കൈ തരുമെന്നേ. എനിക്കാണെന്നേ അതിൻ്റെ അവകാശമുള്ളത്. മറ്റാരേക്കാളും എൻ്റെ കയ്യിൽ ദൈവം അത് ഏൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചിലത് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുക. നിന്റെ കയ്യിൽ നകന്നു പോയത്, നഷ്ടപ്പെട്ടു പോയത്, കരങ്ങളിൽ ലഭ്യമല്ല എന്നുള്ള നിലയിൽ ഇന്നത്തെ സാഹചര്യം നിലനിൽക്കുമ്പോൾ നീ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം അതെന്റെ കയ്യിൽ തരാൻ വിശ്വസ്തനാണ്. എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചവരുടെ കയ്യിൽ നിന്ന് എൻ്റെ തമ്പുരാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവരും. എന്നിൽ നിന്ന് അകറ്റിയ ആ വിഷയം, എൻ്റെ തലമുറയുടെ വിഷയം, എൻ്റെ നന്മയുടെ വിഷയം എൻ്റെ തമ്പുരാൻ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവരും. അത് മറ്റൊരിടത്ത് പോകത്തില്ല. അതിനെ അവകാശമാക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവകൃപ എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വതന്ത്രമായി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, എന്തിനേറെ അവൻ സ്വാതന്ത്ര്യമായി ലാവണ്യ വാക്കുകൾ പറയുന്ന ഒരു നഫ്താലിയോട് പറയുക, നീ അവകാശമാക്ക്, നീ പിടിച്ചടക്ക്, നീ ഈ ദിവസങ്ങളിൽ ചിലത് കൈവശപ്പെടുത്ത്, നീ ഈ ദിവസങ്ങളിൽ ചിലത് നിന്റെ കയ്യിൽ ഏറ്റെടുക്ക്. സ്വോത്രം. നീ വെറുതെ മുന്നോട്ട് പോകണ്ട. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, വാക്യങ്ങളൊന്നും വായിക്കാനായിട്ട് സമയമല്ല മുമ്പിൽ കൂടുതലില്ലല്ലോ. നമുക്കറിയാം, യെരിഹോ മതില് ദൈവജനത്തിന്റെ അവകാശത്തിന്റെ മുമ്പിൽ അടച്ചു കെട്ടി വെച്ചിരിക്കുക. യോശുവ ശക്തനായ ദൈവദാസനാണെങ്കിലും നിരാശനായി ഇങ്ങനെ തലകുനിച്ചിരിക്കുമ്പോൾ കേട്ടോ, സ്വർഗം ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഊരിപ്പിടിച്ച വാളുമായ ഒരു ദൂതൻ ഇറങ്ങി വന്നേച്ച് ചോദിച്ചു, യോശുവേ, യോശുവ ചോദിച്ചു, നീ ശത്രുപക്ഷക്കാരനാണോ ദൈവത്തിന്റെ പക്ഷക്കാരനാണോ? യോശുവയോട് പറഞ്ഞു, കാര്യം ദൈവം പറഞ്ഞൊരു ദൂത് കേൾക്കണോ? ഇപ്പൊ ഇത് അടച്ചിരിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക. ഇത് യെരിഹോ മതില് കേട്ടോ. നീ ഇപ്പൊ കാണുന്നത് അടച്ചു കെട്ടിയിരിക്കുന്നല്ലേ, പക്ഷെ നിന്റെ കയ്യിലായിരിക്കുന്നേ. സ്തോത്രം. അകത്തോട്ടും കയറുന്നില്ല, പുറത്തോട്ടും വരുന്നില്ല, എല്ലാം അടച്ചു കെട്ടി വെച്ചിരിക്കുക. പക്ഷെ ഒറ്റ കാര്യം, തമ്പുരാൻ പറഞ്ഞൊരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട്, നിന്റെ കയ്യിലായിരിക്കുന്നേ. അടയപ്പെട്ട വിഷയം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. താക്കോല് നിന്റെ കയ്യിലുണ്ടെന്നേ. വിജയ് പറയാം, അകത്തോട്ട് കയറ്റുകയല്ല, മതില് കെട്ടി അടച്ചിരിക്കുക. പക്ഷേ ഈ മതില് കേട്ടോ താണ് പോയിട്ട് എവിടെയാന്ന് പോലും ഇന്ന് വരെ കണ്ടിട്ടില്ല. അതേന്ന് എവിടെ പോയെന്നറിയത്തില്ല. ദൈവജനത്തിന്റെ ആർപ്പിന്റെ മുമ്പിൽ മതിലിടിഞ്ഞു പോയി കേട്ടോ, താന്നു പോയി കേട്ടോ. യെരിഹോ മതിലിനെ തകർത്ത ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? അടച്ചുകെട്ടിയ മണ്ഡലങ്ങൾ കണ്ട് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ജനരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് ഈ സായാഹ്ന വേളയിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അതിനെ നിന്റെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്നത്. താക്കോല് നിന്റെ കയ്യിലാണുള്ളത്. പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം അതിനെ തുറന്ന് എൻ്റെ അവകാശം എനിക്ക് തന്നെ തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമ്മൾ അങ്ങനെയാണല്ലോ പാടുന്നത്, എൻ്റെ അവകാശം എനിക്ക്. ഞാൻ ആ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതല. അതുകൊണ്ട് എൻ്റെ അവകാശം ശത്രു കൊണ്ടുപോകത്തില്ല, അത് എനിക്ക് തന്നെ. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നഫ്താലിയോട് പറയുക, നിന്റെ അവകാശം എന്ത് ചെയ്യുക? നീ പ്രാപിച്ചെടുക്കുക. സമയം കടന്നു പോകുന്നത് കൊണ്ട് സെബൂലൂനോട് പറയുന്നത് എന്താ? ആ അധ്യായത്തിൽ തന്നെ സെബൂലൂനോട് പറയുന്നത് അതിന്റെ 18-ാം വാക്യത്തിലുണ്ട്, സെബൂലൂനെ നിന്റെ പ്രയാണത്തിലും ഇസ്സഹാരെ നിന്റെ കൂടാരത്തിലും സന്തോഷിക്കുക. നീ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കുക. അവിടെ നീതിയാഗങ്ങളെ നീ കഴിക്കും. സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും നീ വലിച്ചു കുടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിങ്കിൽ നിന്ന് ചിലത് വലിച്ചു കുടിക്കും. സമുദ്രങ്ങളുടെ നിക്ഷേപം നീ എന്ത് ചെയ്യും?
ഹല്ലേലൂയ. അങ്ങനെയുള്ള ശെബരൂന്റെയും നെഫ്താലിയുടെയും 10,000 പേര് എന്ത് ചെയ്യണം? താബോർ പർവ്വതത്തിൽ കയറണം. അങ്ങനെ കയറുമ്പോൾ ഈ സീസരെയും അവന്റെ രഥങ്ങളെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആര് പറഞ്ഞു? ഒരു ദബോര ദൂത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ സീസര, ഇന്ന് നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവജനത്തിനെ അവൻ നേരെ മുൻപോട്ട് വിടാത്ത ഈ സീസരയുടെ രഥങ്ങളെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലേൽപ്പിക്കാൻ പോകുക. അവൻ താബോറിന്റെ ഉയരങ്ങളിൽ കയറുന്നവന്റെ കയ്യിലേൽപ്പിക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവൻ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ദൈവം ചേർന്ന് തരാൻ പോകുക. അവൻ നീ ഞരങ്ങി ദൈവസന്നിധിയിൽ അവൻ മുഴങ്കാല് മടക്കി ആത്മാവിൽ ജാഗരിക്കുമ്പോൾ ഓർത്തു, നിന്റെ കയ്യിലേക്ക് ദൈവം ചിലതിനെ ഏൽപ്പിക്കാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തോട് ചോദിച്ചില്ലേ, കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി കാണുന്നില്ല, ഞാൻ ഇത്രയും നിലവിളിച്ചിട്ട് ഒരു വിടുതൽ കാണുന്നില്ല. ഈ ആണ്ടിന്റെ ഒടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ശക്തമായി ഒന്ന് മുഴങ്കാല് മടക്കി ഈ ദിവസങ്ങളിൽ തീരുമാനത്തോടെ ഒന്ന് മടങ്ങി വന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെറുത് ദൈവം നിന്റെ കരങ്ങളിൽ തരാൻ പോകുക. അത്ഭുതം കൂടുമാറ് ചില ദൈവ പ്രവർത്തികൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, താബോറിന്റെ ഉയരങ്ങളിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അങ്ങോട്ടെങ്ങും പോകാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്തോത്ര ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ നഫ്താലിയുടെയും സെബൂലൂന്റെയും ആളുകൾ പ്രാണനെ ത്യജിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്ക് ഒത്തവണ്ണം താബോറിന്റെ ഉയരങ്ങളിൽ കയറി അവർ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കറിയാം, ചില ഗോത്രങ്ങളൊന്നും അടുത്ത് വന്നില്ല. പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങൾ, സഹകരിക്കേണ്ടവരും പ്രാർത്ഥിക്കേണ്ടവരും ഒന്നും എന്ത് ചെയ്തില്ല, അടുത്ത് വന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് രൂബേൻ ഗോത്രം. ഇവരുടെ ഏറ്റവും മൂത്ത പുള്ളിയാ. പക്ഷെ പുള്ളിയെക്കുറിച്ച് വായിക്കുന്ന എന്നാന്നറിയാമോ? അതിൻ്റെ 5-ാം അധ്യായം നോക്കിയേ. 5-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രൂബന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകളുടെ ഇടയിൽ പാർക്കുന്നതെന്ത്? രൂബന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. രൂബൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം മൂത്ത പുള്ളിയാണല്ലോ. തലക്ക നിൽക്കേണ്ടതല്ലേ, യുദ്ധത്തിന് സഹകരിക്കേണ്ടതല്ലേ. പുള്ളി തൊഴുത്തിനകത്ത് കിടക്കുക, തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുക. എന്തിനാ? കുഴലൂത്ത് കേൾക്കാൻ. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു പ്രത്യേക പരിപാടി ഉണ്ടല്ലോ, അതായത് ആ രൂപനും കൂട്ടരും എല്ലാം കൂടെ അതാ പരിപാടി. അതൊരു ചെറിയ ഉത്സവം പോലെയാ. അതിനകത്ത് കൊഴലൂത്തും പാട്ടും തമ്പുരും മേളവും ഒക്കെ ഉണ്ട്. അത് കേട്ടോണ്ട് കിടക്കുക. ഇവിടെ ആമൻ അടർക്കളത്തിലും പോർക്കളത്തിലും നിന്ന് ശത്രുവിനെതിരെ പടപൊരുതാൻ ഇവന് നേരമില്ല. ഇവൻ കുഴലൂത്തും കേട്ടോണ്ടിരിക്കുക. ഇന്നും വിശ്വാസികളുടെ ഇടയിൽ സംഭവിക്കുന്ന ഇത് തന്നെയാ. കുഴലൂത്തിന്റെ പുറകെ നടക്കുന്ന എത്ര എണ്ണമുണ്ടെന്നറിയാം. ഇന്ന് നേരമില്ലെന്നേ എൻ്റെ മാസ്റ്റർ. എവിടാ നേരമില്ല. പിന്നെ കുഴലൂത്ത് കേൾക്കാൻ ഇവന് നേരമുണ്ട്. ഇവൻ ഉത്സവവും കുഴലൂത്തും പാട്ടും എന്തൊരു പരിപാടിയാണെന്നറിയാവോ? TV ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ ഇവൻ ഊത്ത് കേട്ട് മടുത്താലും വേണ്ടി ഓഫ് ചെയ്ത് വെക്കുകയില്ല. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേരമില്ലാത്ത രൂപനെ പോലെ മുന്നണി നിൽക്കേണ്ട പലരും കുഴലൂത്തിന്റെ പുറകെ പോവുക. അതുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷ നിൽക്കുന്ന, ഈ റോസ് ഫാമിലി നിൽക്കുന്ന ആരെങ്കിലും കുഴലൂത്തിൻ്റെ പുറകെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തലക്ക വരേണ്ട സമയമായി, നിങ്ങൾ യുദ്ധകളത്തിൽ വരേണ്ട സമയമായി. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിച്ചാൽ അനവധി പേരുടെ കാര്യമൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കടക്കാൻ ഞാനിപ്പോൾ അവസരമെടുക്കുന്നില്ല. ഏതായാലും പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു 10,000 പേര് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് സ്തോത്രം. അതിന്റെ സ്തോത്രം, അതിന്റെ 19 മുതലുള്ള വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 5:19. രാജാക്കന്മാർ വന്ന് പൊരുതി, തനാക്കിൽ വെച്ച മെഗിലോ വെള്ളത്തിനരികെ ഖനാന്യ ഭൂവന്മാർ വന്ന് പൊരുതു. വെള്ളി എങ്ങവർക്ക് കൊള്ളയായില്ല. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു. അവ സീസനയുമായി സ്വഗതികളിൽ പൊരുതു. പുരാതന നദി അഗീശോന്തോട് തള്ളി എന്നവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മരമേ നീ ബലത്തോടെ നടകൊള്ളുക. മനസ്സിലായോ വല്ലോ?
ദൈവജനം താബോർ പർവ്വതത്തിന്റെ മുകളിൽ കയറിയപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതിയെന്ന് എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് ഇടപെട്ടു വിഷയത്തിൽ. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ചില ചിന്തകൾ, വായിച്ച ചില ചിന്തകളുണ്ട്. കീശോൻ തോടെന്ന് പറയുന്നത് വല്ലപ്പോഴും പൊങ്ങിയാൽ അത് പൊങ്ങിയത് തന്നെയാണ്. ചിലപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി വരും. ഈ യുദ്ധം നടക്കുന്നത് കീശോൻ തോട്ടിന്റെ സമീപത്താണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? യുദ്ധം അങ്ങോട്ട് ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ തോട് ശക്തിയോടെ അങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഈ ശത്രുവിനെ എല്ലാം കൂടെ അങ്ങോട്ട് ഒഴുക്കി. അതെന്നാന്നറിയാമോ? ദൈവത്തിന്റെ ദൂതന്മാർ സീസറയുടെ സ്വഗതികളിൽ പൊരുതി എന്ന് പറഞ്ഞ ശത്രുവിന്റെ ഗതി നിനക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. അവൻ ഉടക്കിടുന്നത് എവിടെയാ, അവൻ പോരാടുന്ന എവിടെയാ, അവന്റെ തീയമ്പുകൾ എവിടെയാ വരുന്നെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരെ വിട്ട് അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ കണ്ടിച്ചു കളഞ്ഞു. ശൂരന്മാരുടെ വാളുകൊണ്ട് കുതിരയുടെ കുളമ്പുകൾ വെട്ടിയെറിഞ്ഞു മാറ്റി. അതിന് കാരണം ദൈവം അവർക്ക് വേണ്ടി പൊരുതു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇടപെടുന്ന ദൈവമുണ്ടെന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. താബോറിന്റെ ഉയരങ്ങളിൽ ഒരു 10,000 പേര് പ്രാണനെ ത്യജിച്ച്, ജീവനെ ത്യജിച്ച് പോർക്കളമേട്ടിൽ നിന്ന് പോരാടുമ്പോൾ എന്റെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. സീസറയുടെ രഥങ്ങളും ശത്രുവിന്റെ ശക്തികളും 20 വർഷങ്ങളായി ദൈവജനത്തെ ഒതുക്കി വെച്ച മണ്ഡലങ്ങളിൽ നിന്ന് അവനെ തകർത്ത് തരിപ്പണമാക്കി. തകർക്കപ്പെട്ട സീസറെ അവനൊരു യായോലിന്റെ കൂടാരത്തിനകത്ത് വെച്ച് കൂറ്റിയടിച്ച് എന്റെ ദൈവം ഒതുക്കി. അവന്റെ ദൈവത്തിന്റെ കരം ശക്തിയുള്ള കരമായി ഇസ്രായേലിന് വേണ്ടി വ്യാപരിച്ചതുപോലെ ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ പോർക്കളത്തിൽ നിൽക്കാം. ഒരു ദബോരെ ദൈവം അഭിഷേകം ചെയ്തതുപോലെ ഫാമിലിയുടെ മുൻപിൽ നിൽക്കുവാൻ പ്രിയ കർത്തൃദാസിയെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവാലോചനയ്ക്ക് വേണ്ടി നിർത്തട്ടെ. ദൈവജനത്തെ ദൈവം ശക്തീകരിക്കട്ടെ. ഈ ദിവസങ്ങൾ ഒരുമിച്ച് നമുക്ക് പോരാടാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരു താബോറിന്റെ ഉയരങ്ങളിൽ കയറാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പോരാടാം. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ ശബ്ദമുണ്ട്. നമുക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ ദൂതന്മാരുണ്ട്. നമുക്ക് വേണ്ടി അവകാശങ്ങളെ നൽകി തരുന്ന ദൈവ പ്രവൃത്തിയുണ്ട്. ഈ ദിവസങ്ങളിൽ അത് കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. ഹൃദയംഗമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ, ഈ ദിവസങ്ങളിൽ പോർക്കളമേടിൽ നിന്ന് അങ്ങക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പൊരുതുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ധീരന്മാരായി, ധീരവനിതകളായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2ാം ആനുവൽ ഡേയിൽ ഒരു പുതിയ തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ധീര വനിതകളായി, ധീര യുവാക്കളായി, ധീര ദൈവദാസന്മാരായി നമ്മുടെ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ച് ശക്തിയോടുകൂടെ ദേശത്തിന്റെ നടുവിൽ അനേക ആയിരങ്ങൾക്ക് പ്രയോജനകരമായി തീരത്തക്ക നിലയിൽ ഒരു നിമിഷം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ ഉള്ളങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചാട്ടെ. ആമിന നഫ്താലിയെ പോലെ, സുബുലുനെ പോലെ പോർക്കളമേടുകളിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കുവാൻ, ചില അവകാശങ്ങളെ നേടിയെടുക്കുവാൻ നാം കേട്ടതുപോലെ കർത്തൃദാസി പറഞ്ഞ പോലെ സുവിശേഷം മുഖാന്തരം ചിലരെ കർത്താവിലേക്ക് നടത്തിയെടുക്കുവാൻ ധീരന്മാരായി ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പറഞ്ഞാട്ട്, നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ട്, എന്നെ അതിനു വേണ്ടി ഒരുക്കണം കർത്താവേ, ഞാൻ അതിനു വേണ്ടി തയ്യാറാണ്. ആ പോർക്കളമേട്ടിൽ കർത്താവിന് വേണ്ടി സ്വന്തം പ്രാണനെ വെടിഞ്ഞുകൊണ്ട് ഒരു നഫ്താലിയും ഒരു സെബൂലൂനും ഇറങ്ങിയതുപോലെ പൗലോസ് പറഞ്ഞതുപോലെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഹല്ലേലൂയ. എത്ര പേര് തയ്യാറുണ്ട്? നാം പ്രസംഗം കേൾക്കാത്തവരല്ല, ദൂതുകൾക്ക് കേൾക്കാത്തവരല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു സമർപ്പണം ഉണ്ടാകുമോ ഇന്ന് ഈ സായാഹ്ന വേളയിൽ? പറഞ്ഞാട്ട് ദൈവത്തോട്, കർത്താവേ, ഞാൻ മുൻപോട്ട് ഇറങ്ങുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇറങ്ങുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഈ ഗ്രൂപ്പിന് വേണ്ടി, അനേകർക്ക് വേണ്ടി ഇടിമിൽ നിൽക്കാൻ എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേര് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആത്മാവിന്റെ ഒരു ശക്തിയേറിയ ദൈവികമായ ഒഴുക്ക് നിന്റെ അകത്തേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ചില കെടുതികൾ അഴിയുക, ചില രോഗബന്ധനങ്ങൾ അഴിയുക, ചില ഭാരങ്ങൾ അഴിയുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തീകരിച്ചുകൊണ്ട് ഒരു പുതിയ അഭിഷേകത്തോടെ ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നോട് വെളിപ്പെടുത്തക്ക നിലയിൽ ആത്മാവിന്റെ ഒരു നിറവ്
തികവ്, അവൻ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ അവിടുന്ന് പകരുകയാണ്. പറഞ്ഞാട്ടെ, തീരുമാനമെടുത്താട്ടെ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, പ്രത്യേകിച്ച് റോസ്ലിൻ ഗ്രൂപ്പിൻ്റെ 2ാം ആനുവൽ ഡേ ആമേൻ പ്രത്യേകമായി ശുശ്രൂഷകളിലൂടെ ആഘോഷിക്കുന്ന ഈ ദിനങ്ങൾ, ആമേൻ, ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി സ്തോത്രം. ദൈവദാസിദാസന്മാരെ തുടർന്നും ദൈവം ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആ താബോർ പർവ്വതത്തിൻ്റെ ഉയരങ്ങളിൽ കയറിയ നഫ്താലിയെയും ആ ബെശുമുരിനെയും കൊണ്ട് ശക്തമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനത്തെ മതിച്ചുകൊണ്ടിരുന്ന, എതിർത്തുകൊണ്ടിരുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരുന്ന യാബിനെയും സീസരെയും ഒതുക്കി ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ശക്തമേറിയൊരു ശുശ്രൂഷ അവൻ വെളിപ്പെടുത്തിയതുപോലെ ഈ ഗ്രൂപ്പിൽ ശക്തമേറിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോലെ അഭിഷേകം ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ നിന്റെ ജനത്തെ, നിന്റെ ദാസിയെ, ഈ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ അഡ്മിന്മാരെ എല്ലാവരെയും കരങ്ങളിലെടുത്ത് ശക്തിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷം നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഒരു പുതിയ സംവത്സരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പുതുമ നിറഞ്ഞ പുത്തനായ വിടുതലുകൾ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. ദൈവപ്രവൃത്തിക്കായി എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അത് വിടുതലിന് കാരണമാകും. പുത്രനെ മാത്രം മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.